1998 ശബരിമലയിൽ നിന്ന് ഒരു വസ്തുവും അഴിച്ചുകൊണ്ടുപോയില്ല. എല്ലാം ശബരിമലയിൽ വെച്ച് തന്നെ ചെയ്യണം എന്ന് തീരുമാനിച്ചതിനാലാണ് സ്വർണം പൂശൽ വേണ്ടെന്ന് വെച്ച് സ്വർണം പൊതിഞ്ഞത്. ചെമ്പുപാളി ഉണ്ടാക്കി അതിനു മുകളിൽ സ്വർണ്ണപ്പാളി ഘടിപ്പിച്ചത് അങ്ങനെയാണ്. 1998 അത് മാത്രമേ സാധ്യമാകുമായിരുന്നുള്ളൂ. കാരണം ശബരിമലയിലെ ശില്പങ്ങളിലൊന്നും അതുവരെ ചെമ്പ് പൊതിഞ്ഞിരുന്നില്ല. സന്നിധാനത്ത് വെച്ച് തന്നെ ചെമ്പുപാളികൾ കൊണ്ടുവന്ന് പൊതിയുക എന്നല്ലാതെ മറ്റൊന്നും നടക്കുമായിരുന്നില്ല. ഈ പാളികൾ അഴിച്ചെടുക്കാം എന്നതിനാലാണ് 2019 അവ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അങ്ങനെ അഴിച്ചു കൊണ്ടുപോയത് ഒരു മാസം കഴിഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ വർക്ക്ഷോപ്പിൽ എത്തിക്കുന്നത്. പൂശുന്ന സ്വർണം എപ്പോഴും തേയ്മാനം വന്ന് ഇല്ലാതാകും. 4 വർഷം കൊണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പ് തെളിഞ്ഞത് അങ്ങനെയാണ്. 1998 പൊതിഞ്ഞ സ്വർണത്തിന് ഒരു തേയ്മാനവും വന്നിട്ടുമുണ്ടായിരുന്നില്ല. 2019 തട്ടിപ്പ് നടത്താൻ വേണ്ടി മാത്രം ഇവ അഴിച്ചെടുത്തതാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആദ്യം വാതിൽ, പിന്നീട് നിറം പോരെന്ന് പറഞ്ഞ് കട്ടിളപ്പടി, അതിനുശേഷം തിളക്കം കുറഞ്ഞെന്ന് പറഞ്ഞ് ദ്വാരപാലക ശില്പങ്ങൾ. 1000 രൂപയുടെ പ്രവൃത്തിക്ക് പോലും കൊട്ടേഷൻ ക്ഷണിക്കേണ്ട ശബരിമലയിൽ 1.5 കിലോ സ്വർണവും 40 കിലോ ചെമ്പും അഴിച്ചു കൊണ്ടുപോകാൻ ഒരു കൊട്ടേഷനും ഉണ്ടായില്ല. മറ്റാരെങ്കിലും ഇതിലും ലാഭത്തിൽ നന്നായി ചെയ്തു തരുമോ എന്നും നോക്കിയില്ല. ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണേണ്ടതില്ല എന്ന ന്യായം മാത്രമാണ് ഇവിടെ പ്രവർത്തിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 അഴിച്ചുകൊണ്ടുപോയി നന്നാക്കിയത് പോറ്റി സ്ഥാപിച്ച ചെമ്പോ സ്വർണമോ അല്ലെന്ന തോന്നൽ പോലും ഉദ്യോഗസ്ഥർക്കും ഉണ്ടായില്ല. അതിനു മുമ്പ് മുതലുണ്ട് തട്ടിപ്പ്.